അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർഗശബ്ദം മാഗസിന്റെ 10ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മലബാർ സമര സംബന്ധിയായ ചർച്ചകളാണല്ലോ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത്, സംവദിക്കാനുള്ളത്. അഥവാ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി വളരെ നിർണായകമായ ഒരു സമരമായിരുന്നു മലബാർ 1921 നടന്നത്. അതിൽ പണ്ഡിതന്മാരുടെ നിലപാട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുന്ന മജ്മ സ്റ്റുഡൻസ് യൂണിയനും അതുപോലെ സർഗശബ്ദത്തിന്റെ പത്രാധിപന്മാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമായി അറിയിക്കുകയാണ്. നമുക്കറിയാം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടാനുണ്ട് കേരളീയ മുസ്ലിങ്ങൾക്ക്. 1498 വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് മുതൽ ആരംഭിച്ചതാണ് അധിനിവേശ ശക്തികൾക്കെതിരായുള്ള മാപ്പിളമാരുടെ പോരാട്ടം. അന്ന് മലബാറിലെ ഭരണാധികാരികളുമായി കൂടിച്ചേർന്ന് വിശിഷ്യ സാമൂതിരിമാരുടെ മുഴുവൻ സപ്പോർട്ടും നേടിയെടുത്ത് അവരുടെ ആശീർവാദത്തോടു കൂടിയും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്കെതിരെ പോരാട്ടം നയിക്കുന്നത്. പണ്ഡിതന്മാരായിരുന്നു അതിൻ്റെ മുൻപന്തിയിൽ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം കബീർ റളിയല്ലാഹു അൻഹു തഹ്രീലു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സുൽബാൻ എന്ന പേരിൽ മുസ്ലിങ്ങൾ പാശ്ചാത്യ ശക്തികൾക്കെതിരെ, അവരുടെ കൊളോണിയൽ ശ്രമങ്ങൾക്കെതിരെ പോരാടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു കാവ്യം എഴുതുകയുണ്ടായി. ഖസീദത്തുൽ ജിഹാദിയ എന്നും അതിന് പേരുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധമായ ആദ്യ കാവ്യമായിരുന്നു അത്. കേവലം പോർച്ചുഗീസുകാർക്കെതിരെ, അവരുടെ വ്യാപാര നയങ്ങൾക്കെതിരെ പോരാടുക എന്നതിനപ്പുറത്ത് അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലും കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധങ്ങൾക്കെതിരെ, അവരുടെ ക്രൂരതകൾക്കെതിരെയായിരുന്നു ഇത്തരം ഫത്വകൾ പണ്ഡിതന്മാർ പുറപ്പെടുവിച്ചിരുന്നത്. വാസ്കോഡ ഗാമ അറബികളെയും മുസ്ലിങ്ങളെയും ഒരു തരത്തിലും അഭിവൃദ്ധിപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആരെങ്കിലും സ്വച്ഛന്തമായി സാമ്പ്രദായികമായി നടന്നു വരുന്ന വ്യാപാരക്രമം അനുസരിച്ച് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല. അതേസമയം തങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി വേണം, തങ്ങളുടെ അപ്രമാദിത്യം മലബാറിൽ നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വരുന്ന കപ്പലുകളെല്ലാം കൊള്ളയടിക്കുകയും യാത്രക്ക് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തപ്പോഴാണ് മുസ്ലിങ്ങൾ രംഗത്തിറങ്ങുന്നത്. തുടർന്ന് സൈനുദ്ദീൻ മഖ്ദൂം സഗീർ റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കുന്നുണ്ട്. അതും പറങ്കികൾക്കെതിരെയുള്ള പോരാട്ടത്തിന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. അന്ന് സാമൂതിരിയുമായി കൈകോർത്തുകൊണ്ടാണ്. അഥവാ ഇവിടെ ഒരു വിശ്വാസി അവിശ്വാസി എന്ന ദ്വന്ദ്വത്തിലല്ല,
മറിച്ച് ആക്രമിക്കപ്പെടുന്നവനും അക്രമിയും തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് മലബാറിൽ നടന്ന സംഘടനകളെ നമുക്ക് കാണാൻ കഴിയുക. അധിനിവേശ ശക്തികൾ അവർ അക്രമോത്സുകമായി മുസ്ലിങ്ങളെ നേരിട്ടപ്പോൾ അവരെ പ്രതിരോധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാരോടൊക്കെ നമുക്ക് കൈകോർക്കാൻ പറ്റുമോ, ആരോടൊക്കെ സഖ്യത്തിലായി മുന്നേറാൻ പറ്റുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമതായി കേരളത്തിൽ നിന്നും വിരചിതമായ അധിനിവേശ വിരുദ്ധ കാവ്യമാണ് ഫതഹുൽ മുബീൻ. 1570 ചാലിയം കോട്ട പറങ്കികൾ കീഴടക്കിയപ്പോൾ, പറങ്കികളിൽ നിന്ന് ചാലിയം കോട്ട മുസ്ലിങ്ങൾ തിരിച്ചു പിടിച്ചപ്പോൾ അതിൽ ആഹ്ലാദഭരിതമായാണ് ഫതഹുൽ മുബീൻ രചിക്കുന്നത്. അതിൽ മുസ്ലിം നാടുകളിലുള്ള ഭരണാധികാരികളെക്കാളും കൂടുതൽ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയെ പുകഴ്ത്തുന്നു എന്നത് മാത്രം മതി പോരാട്ടത്തിന്റെ ഒരു ശൈലിയും ഭാവവും മനസ്സിലാക്കാൻ. 1921 പോരാട്ടത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ഒരു ഫത്വയാണ് ആമിനുമാന്റെ കത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്നുള്ളത്. ആ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ ആമുഖമായി തന്നെ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികളുമായോ ഹിന്ദുക്കളുമായോ ഉള്ള ഒരു പോരാട്ടമല്ല ഇത്. അവരോട് എല്ലാ ആളുകളോടും വിയോജിക്കണം അല്ലെങ്കിൽ വിരുദ്ധമായി പ്രവർത്തിക്കണം എന്ന് ആഹ്വാനം ചെയ്യാനല്ല ഞാൻ ഈ ഫത്വ പുറപ്പെടുവിക്കുന്നത്. മറിച്ച് അക്രമപരമായി ആര് നീങ്ങുന്നുവോ അവരെ പ്രതിരോധിക്കേണ്ടത് ഈ സമുദായത്തിന്റെ ബാധ്യതയാണ് എന്ന അർത്ഥത്തിലാണ് ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മുഹിമ്മാത്തുൽ മുഅ്മിനീനിൽ തന്റെ ഫത്വ പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വസ്ഥമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം മുന്നോട്ട് നീങ്ങുന്ന, അതിന് വിഘാതമാകുന്ന രൂപത്തിലല്ല ഇത്തരം സമരങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങളും ഒക്കെ ഉള്ളത്. മറിച്ച് രാജ്യത്തിന്റെ സ്വാസ്ഥ്യത്തിനെതിരെ, രാജ്യത്തിന്റെ ക്രിയാത്മകമായ മുന്നോട്ടു പോക്കിനെതിരെ ആര് ശബ്ദിക്കുന്നുവോ ആര് പ്രവർത്തിക്കുന്നുവോ ആ രാജ്യസ്നേഹം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ നമ്മിൽ നിന്ന് ഇല്ലാതെയാക്കേണ്ടത്, അവരെ മാറ്റി നിർത്തേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്, രാജ്യസ്നേഹികളുടെ ആവശ്യമാണ് എന്ന തരത്തിലായിരുന്നു സമരങ്ങളുള്ളത്. പോർച്ചുഗീസുകാർ ക്രൂരമായാണ് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇവിടെയുള്ള തദ്ദേശവാസികളോട് പെരുമാറിയത്. അതുകൊണ്ട് അവരെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളിൽ മുസ്ലിങ്ങൾ വ്യാപൃതരായി. തുടർന്ന് ഡച്ചുകാരാണ് കേരളത്തിലേക്ക് വന്നത്. അവർ അത്രത്തോളം പോർച്ചുഗീസുകാരെ ആപേക്ഷികമായി നോക്കുമ്പോൾ അത്രത്തോളം അക്രമോത്സുകമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരോടുള്ള മുസ്ലിം നിലപാടുകളിലും നമുക്ക് വ്യതിയാനം കാണാം. 1700 ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിന്റെ വിവിധ ഭാഗങ്ങൾ പിടിച്ചടക്കുകയും അവരുടേതായ ഭരണരീതി കൊണ്ടുവരികയും ചെയ്തു. വ്യാപാര ആവശ്യമാർത്ഥമാണ് മലബാറിലേക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വക്താക്കൾ വരുന്നത്. അവർ പിന്നീട് ക്രമേണ ഭരണാധിപരായി മാറുകയാണ് ചെയ്യുന്നത്. അതിനെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, നിഗൂഢമായ നീക്കങ്ങൾ നടത്താൻ പറ്റുമോ, ജുഗുപ്സാവാഹമായ സഖ്യങ്ങൾ രൂപപ്പെടുത്താൻ പറ്റുമോ, അതൊക്കെയും അവർ നിർവഹിച്ചു. ഒരു കമ്പനിയുടെ കൊള്ളഭരണമായിരുന്നു 1700 ശേഷം 1857 വരെ കേരളത്തിൽ നിലനിന്നത്. അപ്പൊ അതിനെതിരെ അങ്ങിങ്ങായി പോരാട്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട്. മമ്പറം തങ്ങളെയും ഉമർ ഖാദിയെയും ഈ ക്യാൻവാസിലാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അഥവാ കമ്പനി ഭരണം, ആ കമ്പനി ഭരണത്തിന്റെ അരുതായ്മകൾക്കെതിരെ, ക്രൂരതകൾക്കെതിരെ അവർ ശക്തമായി രംഗത്ത് വന്നു, ജനങ്ങളെ സംഘടിപ്പിച്ചു, അവർ പോരാട്ടത്തിന് നേതൃത്വം നൽകി. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായി അതിശക്തമായി പോരാട്ടത്തിന് ഇറങ്ങിയ പണ്ഡിത മഹാരഥന്മാരായിരുന്നു മമ്പറം തങ്ങളും ഉമർ ഖാദിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മമ്പറം തങ്ങളെ സംബന്ധിച്ചും ഉമർ ഖാദിയെ സംബന്ധിച്ചും അക്കാലത്തെ നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കാര്യമായി പ്രതിഷേധങ്ങളിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം, കമ്പനി എന്ന് പറയുന്നത് അത് കേവലം ഒരു കോർപ്പറേറ്റ് ഭീമനായിരുന്നു അക്കാലത്തെ.
അവരുടെ ഭരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ നിയമങ്ങളും ചട്ടങ്ങളുമായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ലീഗൽ ഹിസ്റ്ററി എങ്ങനെയാണ് ഡെവലപ്ഡ് ആകുന്നത് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അക്കാര്യം മനസ്സിലാകും. 1857 മുമ്പ് കമ്പനിയുടെ ചാർട്ടേഡ് റൂൾസ് ആണ് ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിരുന്നത്. അഥവാ ബ്രിട്ടീഷുകാർ ഭരണം നടത്താൻ വേണ്ടി കമ്പനിയെ ഏൽപ്പിക്കുകയും അവരുടെ സൗകര്യത്തിന് വേണ്ടി കച്ചവടത്തിനും മറ്റു കുത്തക കാര്യങ്ങൾ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയും മറ്റും ചാർട്ടേഡ് റൂൾസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വ്യവസ്ഥാപിതമായ ഒരു ഭരണം നിലനിൽക്കുന്നില്ല. ഇത്തരം ആളുകൾക്കെതിരെയാണ്, അവരെ സപ്പോർട്ട് വാങ്ങി അവരുടെ സപ്പോർട്ട് നേടിയെടുത്ത് രാജ്യത്ത് കലുഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ജന്മിമാർക്കെതിരെയാണ് മമ്പ്രന്തങ്ങളും ഉമർ ഖാദിയും ഒക്കെ പോരാട്ടം നയിക്കുന്നത്. ഉമർ ഖാദി തന്റെ ഒരു കവിതയിൽ അക്കാര്യം കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്പനിയുടെ ചാർട്ടേഡ് നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങളുടെ ഭാഗമായി പെർമനന്റ് സെറ്റിൽമെന്റ്, റയറ്റുവാരി സെറ്റിൽമെന്റ്, അതുപോലെ മഹൽവാരി സെറ്റിൽമെന്റ് തുടങ്ങിയ നികുതി വ്യവസ്ഥകളും അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ അത് പലർക്കും പല രൂപത്തിലായിരുന്നു. എങ്ങനെയൊക്കെ കമ്മ്യൂണിറ്റിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ കൊളോണിയൽ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ പറ്റുമോ, ആ രൂപത്തിലെല്ലാം കമ്പനി അധികാരികൾ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായാണ് പലർക്കും പല നികുതി എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അവർ വരുന്നത്. അങ്ങനെ മേനോനും നായർക്കും പ്രത്യേകം നികുതി ഏർപ്പെടുത്തുകയും ഞങ്ങൾക്ക് അവരിലും അധികം അവരുടെ ഇരട്ടി തുക തന്നെ നികുതിയായി ചുമത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് എന്നെ തുക്കിടി സാഹിബ്, നീപ്പു സാഹിബ് ഒക്കെ അറസ്റ്റ് ചെയ്യാൻ കാരണം, അതിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ടാണ് എന്ന് ഉമർ ഖാദി തങ്ങൾ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ഫത്വകളും അതുപോലെ കാവ്യങ്ങളും ഒക്കെ വന്നു. മമ്പ്രം തങ്ങളുടെ സൈഫുൽ ബത്താർ അലാമ യുവാലിൽ കുഫാർ എന്ന് പറയുന്ന ഫത്വ അതിന്റെ ഭാഗമാണ്. അതുപോലെ മമ്പ്രം സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങളുടെ ഉദ്ദത്തുൽ ഉമറ, അതൊക്കെ അക്കാലത്തെ ബ്രിട്ടീഷ് ക്രൂരതകൾക്കെതിരെ സമൂഹത്തോട് ഉദ്ഘോഷിച്ചുകൊണ്ട് രംഗത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുള്ള, ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഫത്വകളാണ്, ഗ്രന്ഥങ്ങളാണ്. തുടർന്ന് 1857 വരെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, കലുഷിതമായിരുന്നു. 1857 ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട്. അഥവാ 1857 നവംബർ 1 ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ക്യൂൻസ് പ്രൊക്ലമേഷൻ എന്നാണ് അതിന് പറയപ്പെടുന്നത്. അഥവാ ഇന്ത്യയുടെ സമ്പൂർണ്ണ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പ്രതീകമായി നമുക്ക് 1857 ബ്രിട്ടീഷ് കൗൺസിൽസ് ആക്ട് ഫോം ചെയ്തതായി കാണാൻ കഴിയും. 1890 909 919 1935 ഒക്കെ ഇത്തരം കൗൺസിൽസ് ആക്ട് രൂപപ്പെടുത്തുന്നുണ്ട്. ഇത്തരം കൗൺസിൽസ് ആക്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കുകയും അത് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന പാർലമെന്ററി സിസ്റ്റത്തിലൂടെ പാസ്സാക്കുകയും ചെയ്തു. ഇന്ത്യക്കാരുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന പ്രത്യേക നിയമങ്ങളാണ്. ബ്രിട്ടീഷുകാരാണ് ആ അധികാരം വിനിയോഗിക്കുന്നത്, അതിന്റെ യഥാർത്ഥ വക്താക്കൾ എന്ന് സമൂഹത്തോട്, രാജ്യത്തോട് വിളംബരം ചെയ്യുന്ന നിയമങ്ങളായിരുന്നു, ലെജിസ്ലേഷൻസ് ആയിരുന്നു ഈ കൗൺസിൽസ് ആക്ടുകളൊക്കെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാനപരമായ നിയമം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിലനിൽക്കുന്ന ഒരു ഭരണത്തിനെതിരെ രംഗത്ത് വരിക, അതിനെതിരെ പോരാടുക എന്നാൽ അതിന്റെ അസ്തിത്വത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന രൂപത്തിലുള്ള പോരാട്ടങ്ങൾ നയിക്കുക എന്നുള്ളത് ഇസ്ലാമിക നിയമപ്രകാരം അനുവദനീയമല്ല. ഈ ഒരു സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നതായിട്ട് കാണാൻ കഴിയും. അതിനുശേഷവും
ജന്മി കുടിയാൻ സംഘർഷങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അത് കൃത്യമായി നമുക്ക് ഭരണകൂട വിരുദ്ധമാണോ അല്ലേ എന്നുള്ളത് നിശ്ചയിക്കേണ്ട സംഗതിയാണ്. എന്നാൽ കൃത്യമായി അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ജന്മിമാരുടെ ക്രൂരതകൾക്കെതിരെയാണ് ഇത്തരം സമരങ്ങൾ. അതിന് അടിച്ചമർത്താൻ വേണ്ടി പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം വന്നു എന്നത് ശരിയാണ്. അതേസമയം ഒരു വിഭാഗം പണ്ഡിതന്മാർ അവർ പിൽക്കാലത്ത് പറയുന്ന ഒരു കാര്യം, തുർക്കിയാണ് ഞങ്ങളുടെ ഖിലാഫത്ത്, ഞങ്ങളുടെ ഖലീഫ തുർക്കിയിലേതാണ്, ഇമാമുൽ ആളം എന്ന് പറയുന്നത് തുർക്കി ഖലീഫയാണ്, അതുകൊണ്ട് അവരെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് എന്നൊരു രൂപത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് 921 വ്യത്യസ്തമായ ആംഗിളുകളിൽ പണ്ഡിതന്മാർ നിലപാടെടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ആ രണ്ട് നിലപാടും കൃത്യമായിരുന്നു, ശരിയായിരുന്നു. ഇഖ്തിലാഫുൽ അയിമ്മത്തി ഖൈറുലിൽ ഉമ്മ എന്നാണല്ലോ. പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇമാമുമാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉമ്മത്തിന് ഗുണകരമാണ് എന്നുള്ള രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഒരു വിഭാഗം കൃത്യമായി സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം എന്ന് രംഗത്തിറങ്ങിയത് കൊണ്ടാണ് 921 ബ്രിട്ടീഷ് സാമ്രാജ്യം അവർക്ക് മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഒരുപാട് പണ്ഡിത നിരയെ നമുക്ക് കാണാൻ കഴിയും. അവരായിരുന്നു മലബാറിലെ സമര കേന്ദ്ര പ്രദേശങ്ങളിലെ മുഖ്യധാര നിയന്ത്രിച്ചിരുന്നത്. അതേസമയം മറുഭാഗത്ത് ആ ഒരു നേതൃത്വത്തോളം തന്നെ പ്രഗത്ഭരായ, പക്വതയുള്ള, ദീർഘവീക്ഷണമുള്ള പണ്ഡിത നിരയെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് തട്ടാങ്ങര കുട്ടിയാമ്മ മുസ്ലിയാർ, അതുപോലെ മഖ്ദൂം കുഞ്ഞൻ ബാവ മുസ്ലിയാർ, കവടിയമ്മാന്റെ അകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാർ, മഹാനായ യൂസുഫുൽ ഫൽഫരി, കരിമ്പനക്കൽ പോക്കർ മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഖിലാഫത്തിനോട് പ്രതികൂലമായി, അഥവാ ഖിലാഫത്ത് സമരത്തോട് പ്രതികൂലമായി പ്രതികരിക്കുന്നുണ്ട്. അവർ പറയുന്നത് തുർക്കി ഖലീഫ എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും ഖലീഫയല്ല, ഇമാമുൽ ആളമല്ല, മറിച്ച് ആ രാജ്യത്തിൻ്റെതായ ഒരു ഖലീഫയാണ്, എല്ലാവർക്കും ആ നിയമം ബാധകമല്ല എന്നാണ് പറയുന്നത്. മറുഭാഗത്ത് ആലി മുസ്ലിയാർ, ആമിനുമ്മാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ, അതുപോലെ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിത നിരയെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ ഇന്ന് കൃത്യമായി നിരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരു സമ്പൂർണമായ തീരുമാനം നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഏത് പശ്ചാത്തലത്തിലാണ് അവർ നിലപാടെടുത്തത്, അല്ലെങ്കിൽ 1900 ശേഷമുള്ള സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു എന്ന് കൃത്യമായി നിർണയിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അവരുടെ നിലപാടുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൈലബിൾ ആയ ചില സോഴ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുക മാത്രമാണ് ഈ ഒരു സംസാരത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരിക്കലും കൃത്യമാണ്, സമ്പൂർണമാണ് എന്ന ഒരു നിലപാടല്ല സ്വീകരിക്കുന്നത്. മറിച്ച് കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും നിങ്ങൾക്ക് നടത്തി പുതിയ അനുമാനങ്ങളിലേക്ക്, നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അത് സ്വാഗതാർഹമാണ്. വ്യക്തിപരമായ ചില അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ചില സോഴ്സുകൾ ഉപയോഗിച്ച് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. ഈ രണ്ട് ഭാഗത്തിൻ്റെയും പണ്ഡിത നിലപാടുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചില രചനകളുണ്ട്, കൃതികളുണ്ട്. അതിലൊന്ന് 1914 തിരൂരിൽ നടന്ന ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിൽ പൊന്നാനി വലിയ ജാറം തിങ്കൽ ആറ്റക്കോയ തങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം ആ സമ്മേളനത്തിന്റെ ഒരു അഫിഡവിറ്റ് എന്ന രൂപത്തിൽ മലബാർ ഡിസ്ട്രിക്ട് കലക്ടർക്ക് ഒരു പ്രത്യേക റിപ്പോർട്ട് നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ
തിരൂരിൽ ഒരു സമ്മേളനം നടത്തുകയും അതിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായും തുർക്കിയുടെ സമകാലിക നിലപാടുകൾക്കെതിരായും പ്രമേയങ്ങളും പ്രസംഗങ്ങളും സംഘടിപ്പിച്ചു. ഞങ്ങൾ റാലി നടത്തി. ആ റാലിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ പട്ടണത്തിലെ മുഴുവൻ കടകളും അടച്ചു എന്ന് ഉള്ള ഒരു റിപ്പോർട്ട് 1914 മിതവാദി പത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. കളക്ടർക്ക് അദ്ദേഹം റിപ്പോർട്ട് നൽകുന്നുണ്ട്. അന്നത്തെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തുർക്കി അതുപോലെ ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പൊ അതിനു മുമ്പ് ചില നിവേദനങ്ങളും നോട്ടീസുകളൊക്കെ നമുക്ക് മലബാറിൽ നിന്ന് കാണാൻ കഴിയും. അഥവാ തുർക്കി ജർമ്മനിയുമായി സഖ്യം ചേരുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തുർക്കി ഖലീഫയോടും തുർക്കി രാഷ്ട്രീയക്കാരോടൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ, അഥവാ നിങ്ങൾ ഒരിക്കലും ജർമ്മനിയോട് സഖ്യം കൂടരുത്. കാരണം ജർമ്മനി എന്ന് പറയുന്നത് ആസ്ട്രിയ യുദ്ധത്തിലും യൂറോപ്പിൽ നടന്ന മറ്റു പല യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അവരോടുള്ള ഗുണകാംക്ഷയോടുകൂടി ഒരിക്കലും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയോട് സഖ്യം ചേരരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. എന്നാൽ തുർക്കി എടുക്കുന്ന ഏത് നിലപാടും ഇമാമുൽ ആദം എന്ന നിലക്ക്, ഖലീഫ എന്ന നിലക്ക് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തുർക്കി ഇംഗ്ലണ്ടുമായി സഖ്യം ചേരുന്നതോടുകൂടി ബ്രിട്ടീഷ് സർക്കാരിന് അനുകൂലമായ എല്ലാ നിലപാടുകളും അനുകൂലമായ നിലപാടുകളാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ സ്വീകരിക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണമാണ് 1914 തിരൂരിൽ നടന്ന സമ്മേളനവും അതിലെ പ്രമേയങ്ങളും തീരുമാനങ്ങളും എല്ലാം. അപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് തുർക്കിയുമായി ബ്രിട്ടൻ ഏറ്റുമുട്ടുമ്പോൾ തുർക്കിയുടെ കീഴിലാണ് അക്കാലത്തെ മുസ്ലിങ്ങളുടെ പുണ്യകേന്ദ്രങ്ങളെല്ലാം. മക്കയും മദീനയും നജഫ്, കർബല, ബഗ്ദാദ്, ബസറ, ജെറുസലേം, അതുപോലെ ഫലസ്തീൻ, ഈജിപ്ത് തുടങ്ങിയ ഭാഗങ്ങളെല്ലാം അന്ന് തുർക്കിയുടെ കീഴിലാണ്. അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ പ്രദേശങ്ങളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങൾ ഭാഗിച്ചെടുക്കും എന്നൊരു ആശങ്ക അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് തുർക്കിയുമായി പ്രധാനമായും മുസ്ലിങ്ങൾക്ക് ഒരു ആഭിമുഖ്യം, അനുഭാവം, നിലപാട് ഉണ്ടാവാൻ കാരണം. ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷുകാരുമായി, അക്കാലത്തെ ബ്രിട്ടീഷ് ഗവർണറുമായി, അതുപോലെ വൈസ്രോയിമാരുമായി നിരന്തര ചർച്ചകൾ മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഥവാ തുർക്കിയെ ഒരിക്കലും ആക്രമിക്കരുത്, ആക്രമിച്ചാൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതികാരത്തിന്റെ രോഷാഗ്നി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ ചില അടവ് നയം സ്വീകരിക്കുകയാണ്. മുസ്ലിങ്ങളോട് അവർ പറഞ്ഞു, ഞങ്ങളുടെ യുദ്ധം തുർക്കി ഗവൺമെന്റിനെതിരെയാണ്, അല്ലാതെ ഒരിക്കലും തുർക്കി ഖലീഫക്കെതിരെ അല്ല. ഖലീഫ ഇപ്പോ അധിവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശങ്ങളും ഞങ്ങൾ പിൽക്കാലത്ത് ആക്രമിക്കുകയില്ല, അത് ഞങ്ങൾ ഭാഗിച്ചെടുക്കുകയില്ല, അത് എക്കാലത്തും തുർക്കിയുടെ കരങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിലും വിശ്വസിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ, അഥവാ ഇന്ത്യൻ മുസ്ലിങ്ങൾ ബ്രിട്ടനൊപ്പം ചേരുകയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഭീമമായ ഒരു സംഖ്യ, അതുപോലെ ആൾ സപ്പോർട്ടും എല്ലാം ബ്രിട്ടീഷ് സൈന്യത്തിന് നൽകുകയാണ്. എന്നാൽ 1918-19 യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ബ്രിട്ടന്റെ നയം മാറുകയും അവർ മുസ്ലിങ്ങളെ കൃത്യമായി വഞ്ചിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ കാലത്ത് ഖിലാഫത്തിന്റെ കമ്മിറ്റിയൊക്കെ രൂപപ്പെടുന്നതിന്റെ മുമ്പ് ബ്രിട്ടീഷുകാർ മുസ്ലിങ്ങളുടെ അനീതിയാണ് ചെയ്യുന്നത് എന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറുവിഭാഗം ബ്രിട്ടീഷുകാർ അവർ തുർക്കിയുടെ അധീന പ്രദേശങ്ങൾ സംരക്ഷിക്കുമെന്ന് നമുക്ക് വാക്ക് തന്നതാണല്ലോ, അതുകൊണ്ട് അധിനിവേശ സർക്കാരുമായി, ബ്രിട്ടീഷ് സർക്കാരുമായി നമുക്ക് സമരസപ്പെട്ടു പോകാം എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് 1919 പാരീസ് ഉടമ്പടി, അതുപോലെ ലണ്ടൻ ഉടമ്പടിയുടെ ഒക്കെ ഭാഗമായി ബ്രിട്ടീഷുകാർ മക്കയെയും കർബലയെയും ഫലസ്തീനിലെയും ഒക്കെ ഭാഗങ്ങൾ
വിഭജിക്കുകയും അത് വ്യത്യസ്ത രാജ്യങ്ങൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇറ്റലി, ഗ്രീസ്, ഫ്രാൻസ്, ഇംഗ്ലണ്ട് ഈ രാജ്യങ്ങൾ ഇതിനെ ഭാഗിച്ചെടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അവരുടെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുകയും ഈ ഒരു സമയത്ത് ദേശീയ തലത്തിൽ തന്നെ ജമിയത്തുൽ ഉലമായെ ഹിന്ദിന്റെയും നദുവത്തുൽ ഉലമാഇന്റെയും ഒക്കെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിക്കുകയാണ്. അഞ്ജുമൻ ഖുദ്ദാമെ കാബ എന്ന പേരിൽ ഒരു സംഘടന ഉത്തരേന്ത്യയിൽ രൂപീകൃതമാവുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഈ ഒരു സമയത്താണ് ഗാന്ധിജിയുടെ രംഗപ്രവേശവും ഉണ്ടാകുന്നത്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങി വരികയും ചമ്പാരൻ സമരവും അതുപോലെ കേദ സത്യാഗ്രഹവും ഒക്കെ നടത്തുകയും ഗുജറാത്തിലും ബീഹാറിലും ഒക്കെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസ് മൂവ്മെന്റ് ആയി. അതുവരെ ഓർഗനൈസേഷനായ സെറ്റപ്പിലുള്ള ചില പ്രതിഷേധങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഈ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭത്തെ ഒരു മാസ് മൂവ്മെന്റ് ആയി, ഒരു ജനകീയ പ്രക്ഷോഭമായി രൂപപ്പെടുത്തുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെയും അതുപോലെ ഖിലാഫത്ത് മൂവ്മെന്റിനെയും സംയോജിപ്പിക്കുകയാണ്. അങ്ങനെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒരേ ചരടിൽ കോർക്കുകയും ഗാന്ധിജി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ജനകീയമായ ഒരു പ്രക്ഷോഭമായി ഖിലാഫത്ത് സമരം രൂപപ്പെടുന്നു. അത് കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നു. ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും മദ്രാസിലെ കോൺഗ്രസ് നേതാവായിരുന്ന യാക്കൂബ് ഹസനുമൊക്കെ മലബാർ സന്ദർശിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് ഗാന്ധിജി നടത്തുന്ന ചില പ്രസംഗങ്ങളുണ്ട്. അഥവാ മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും നിങ്ങൾ സമരരംഗത്ത് ഇറങ്ങാനും ആത്മബലിക്ക് തയ്യാറാവാനും ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ ആത്മബലിക്ക് തയ്യാറാവാനുള്ള ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും ആമിനുമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരും എല്ലാം രംഗത്ത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗാന്ധിജിയുടെ ആഗമനം, അതുപോലെ ഗാന്ധിജിയുടെ ആഹ്വാനങ്ങൾ, മൗലാന ഷൗക്കത്ത് അലിയുടെയും മുഹമ്മദ് അലിയുടെയും ഒക്കെ സപ്പോർട്ട്, ഇതെല്ലാം മലബാറിലെ ജനങ്ങളെ ആകർഷിക്കുകയും അവർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജി വന്ന യോഗത്തിൽ തന്നെ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരും വിദേശ വസ്ത്രങ്ങൾ ഊരിയെറിഞ്ഞ് അതൊരു കൂമ്പാരമായി അതിന് തീ കൊടുക്കുന്ന രംഗം പറയുന്നുണ്ട്. അത്രയും വികാരഭരിതമായാണ് ആഹ്വാനങ്ങളോട് കേരള മുസ്ലിങ്ങൾ, മലബാറിലെ മാപ്പിളമാർ പ്രതികരിച്ചത്, അതിനോട് ഐക്യദാർഢ്യപ്പെട്ടത്. ഈ ഒരു സമരം കൃത്യമായി നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കൃത്യമായ തന്ത്രം പ്രയോഗിക്കുകയും മലബാറിലെ മുസ്ലിങ്ങളെ, മാപ്പിളമാരെ അക്രമോത്സുകമാക്കാൻ, അല്ലെങ്കിൽ ഖിലാഫത്ത് കമ്മിറ്റി പ്രവർത്തകരെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ അക്രമാസക്തമായി പ്രതികരിക്കാൻ നിർബന്ധിതമാക്കുന്ന ചില സാഹചര്യങ്ങൾ. ഇപ്പൊ തിരുരങ്ങാടിയിലൊക്കെ സംഘർഷം നടക്കുമ്പോൾ അവിടെ തിരുരങ്ങാടി പള്ളി പൊളിച്ചു എന്നുള്ള കിംവദന്തി കൃത്യമായി പരിസര പ്രദേശങ്ങളായ കോട്ടക്കലിലേക്കും താനൂരിലേക്കും തിരൂരിലേക്കും ഒക്കെ എത്തിക്കുന്നത് ബ്രിട്ടീഷ് ചാരന്മാർ തന്നെയാണ് എന്ന് എ മുഹമ്മദ് സാഹിബ് തന്റെ മലബാർ ചരിത്ര സംബന്ധിയായ അനുഭവ പഠനങ്ങളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അതുപോലെ ബ്രിട്ടീഷ് സൈന്യം മുസ്ലിം വേഷമണിഞ്ഞ് ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചതിൻ്റെയും ഹിന്ദു വേഷമണിഞ്ഞ് മുസ്ലിം പള്ളികൾ ആക്രമിച്ചതിൻ്റെയും ഒക്കെ രേഖകൾ, ചരിത്ര വസ്തുതകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അക്രമോത്സുകമായ ഒരു സമരത്തിലേക്ക് മലബാറിനെ തള്ളിവിടുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ചെയ്യുന്നത്. അതേസമയം ഖിലാഫത്തിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അവരൊരിക്കലും ഹിംസാത്മകമായ ഒരു പോരാട്ടത്തിന് അനുയായികളെ പ്രേരിപ്പിച്ചിരുന്നില്ല, മലബാറിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രേരിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാങ്ങിൽ ഉസ്താദ് മലപ്പുറം കുന്നുമ്മൽ വെച്ച് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. ഒരിക്കലും അക്രമപരമായി നിങ്ങൾ
സാമ്രാജ്യത്വ ശക്തികളെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അനുകൂലികളെയോ നേരിടരുത്. അതേസമയം സംയമനം പാലിച്ച് പക്വതയോടുകൂടിയാണ് സാമ്രാജ്യത്വ ശക്തികളെ നേരിടേണ്ടത്, എന്നാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പാങ്ങിൽ ഉസ്താദ് പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പ്രസ്താവനകൾ അക്കാലത്തെ പണ്ഡിതന്മാരുടേതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവരുടേതായി മുഹിമ്മാത്തുൽ മുഅ്മിനീൻ തുടങ്ങി ഒരുപാട് ഫത്വകളും ലേഖനങ്ങളും ലഘുലേഖകളും അന്ന് മലബാറിൽ ആകമാനം വ്യാപിക്കപ്പെട്ടു, പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. മുഹിമ്മാത്തുൽ മുഅ്മിനീനിൽ കൃത്യമായി ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടാനുള്ള ആഹ്വാനം നടത്തുകയും ആ ആഹ്വാനത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അതുപോലെ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ അവതാരിക എഴുതി ഒപ്പുവെക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അവർക്കെല്ലാ സപ്പോർട്ടും നൽകി അതിന്റെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ അവരെ താക്കീത് നൽകുന്നുണ്ട്. അപ്പൊ ശക്തമായ ഒരു പോരാട്ടത്തിന് മുഹിമ്മാത്തുൽ മുഅ്മിനീനിൽ ആഹ്വാനം ചെയ്യുന്നു. അതനുസരിച്ച് മലബാറിലെ ജനങ്ങൾ രംഗത്ത് വരുന്നു. അതേസമയം മുഹിമ്മാത്തുൽ മുഅ്മിനീൻ അതിന്റെ മുന്നോടിയായി മഹഖുൽ ഖിലാഫ അലസ്മിൽ ഖിലാഫ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഖ്ദൂം കുഞ്ഞൻബാവ മുസ്ലിയാർ, അതുപോലെ മറ്റു പണ്ഡിതന്മാരുടെ തട്ടാങ്ങര കുട്ടിയാമ്മ മുസ്ലിയാർ, കവടിയമ്മാന്റെ അകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി പുറത്തിറക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരായി വീണ്ടും ആമിമാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മറുപടി എഴുതുകയും അതിന് മറുപടിയായി നാദിൽ മസ്മൂർ എന്ന് പറയുന്ന ഒരു റിസാല ലഘുലേഖ കവടിയമ്മാന്റെ അകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് ബ്രിട്ടീഷ് സർക്കാരിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നുള്ള രൂപമായിരുന്നു ചർച്ചാ വിഷയമായി ഉണ്ടായിരുന്നത്. നമുക്ക് രണ്ട് പണ്ഡിതന്മാരുടെയും രണ്ട് വിഭാഗം ആളുകളുടെയും നിലപാടുകൾ അത് കൃത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തി എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അഥവാ 1921 നടന്ന മലബാർ കലാപത്തിന്റെ ഭാഗമായി, സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ മലബാർ പൂർണ്ണമായി ഉപേക്ഷിച്ചു പോകണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയും പ്രാദേശികമായി വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും ഒക്കെ ഇവിടുത്തെ അധികാരം ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഈ മൊയ്തു മൗലവി തന്റെ ആത്മകഥ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. പിന്നീട് അതിനെ ആമു സാഹിബ് തന്ത്രപൂർവം ചതിയിലൂടെ മറികടക്കുകയാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ കൃത്യമായി അവർക്ക് ആലി മുസ്ലിയാർക്കും അതുപോലെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കും ബ്രിട്ടീഷുകാരോട് പോരാട്ടം നടത്തി വിജയിക്കുകയും ഇന്ത്യക്കാരുടേതായ ഒരു ഭരണം മലബാറിൽ സ്ഥാപിക്കാൻ കഴിയുമെന്ന ദൃഢനിശ്ചയമുണ്ടായിരുന്നു. അതിലേക്ക് അവർ ഏകദേശം എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെ തന്ത്രപൂർവം ചതിയിലൂടെ അതിജീവിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. പിന്നീട് കലാപം കഴിഞ്ഞപ്പോ, മലബാർ സമരം അവസാനിച്ചപ്പോ കൃത്യമായ അടിച്ചമർത്തലുകൾ, മാപ്പിള ഔട്ട്റേജിയസ് ആക്ടിന്റെ ഭാഗമായി, മാർഷൽ ലോയുടെ ഭാഗമായി അടിച്ചമർത്തലുകൾ നടത്തുകയും 10,000-കണക്കിന് മാപ്പിളമാരെയും അതുപോലെ മലബാറിലെ ഹിന്ദുക്കളെയും അവർ കൊന്നൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊന്നൊടുക്കി സങ്കീർണമായ ഒരു സാഹചര്യം മദ്രാസിലും അതുപോലെ മൈസൂർ മറ്റു നഗരങ്ങളിലൊക്കെ ഭിക്ഷയാചിച്ച് ഒരു സ്ത്രീയും കുട്ടിയും അല്ലെങ്കിൽ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് മലബാറിൽ നിന്നുള്ളവരാണ് എന്ന് ആളുകൾ പറഞ്ഞിരുന്ന ഒരു സാഹചര്യം. ലാഹോറിൽ പ്രത്യേകം ഒരു യതീംഖാന തുടങ്ങി 500-ലധികം കുട്ടികളെ മലബാറിൽ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുകയും ചെയ്യുന്ന, അങ്ങോട്ട് പഠനത്തിന് വേണ്ടി, അവരുടെ ഉപജീവനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഏറനാട്, വള്ളുവനാട് താലൂക്കിൽ നിന്ന് മലബാറിന്റെ മറ്റു താലൂക്കുകളിലേക്ക് പുറത്തേക്ക് പോവാൻ പ്രത്യേകം പാസ് വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സമ്പൂർണമായ ഒരു അടിച്ചമർത്തൽ, 10,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ രാജമന്ത്രി, ബെല്ലാരി, വെല്ലൂര്, ആന്തമാൻ ജയിലുകളിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. മലബാറിൽ അന്ന് വീടുകളിൽ പുരുഷന്മാരില്ലാത്ത അവസ്ഥ, സ്ത്രീകളെ ബ്രിട്ടീഷുകാരും അതുപോലെ ഗൂർഖകളും ഒക്കെ അപമാനിക്കുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം. മലബാറിൽ പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെതായ ഒരു ചലനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതോടൊപ്പം മലബാർ സമരം ശക്തിപ്പെട്ടപ്പോൾ കോൺഗ്രസ്സുകാർ, അന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഉൾവലിയുകയും അവര് കലാപബാധിതമല്ലാത്ത പ്രദേശങ്ങളിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ കൃത്യമായ ഒരു നേതൃത്വം ഇല്ലാത്ത ഒരു സാഹചര്യം മലബാറിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരോട് പ്രത്യേകമായൊരു വിദ്വേഷവും ദേഷ്യവും ഒക്കെ അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർക്ക് പിൽക്കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം, അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ 947 വരെ തന്നെ EMS പോലെയുള്ള ചരിത്രകാരന്മാർ, ബിപിൻ ചന്ദ്രയെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നതിനനുസരിച്ച് ഒരു തരത്തിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും സംഘടനാപരമായ ഒരു പ്രവർത്തനങ്ങളും നടക്കാത്ത പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. മൗദൂദ് മൗലവിയും മറ്റു ചരിത്രകാരന്മാരും ഒക്കെ അക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർ ഉൾവലിയുകയും ചെയ്തതോടുകൂടി പ്രത്യേകിച്ചും സമരത്തിലേക്ക് തങ്ങളെ തള്ളിവിട്ടു, വഞ്ചിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് അക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ രൂപപ്പെടുകയും ചെയ്തു. ഈ രണ്ട് പശ്ചാത്തലങ്ങളാണ് സമസ്ത രൂപീകരണ കാലഘട്ടത്തിലും അതിനുശേഷമൊക്കെയുള്ള കോൺഗ്രസ് വിരുദ്ധമായ നിലപാടുകളിൽ മുഴച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷമായി കാണുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചരിത്രമാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം 1921 കാണുന്നത് എന്ന് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പഠനങ്ങൾ ഇനി നടക്കേണ്ട ഒരു ഭാഗമാണ്, തീമാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ ഇതിലേക്ക് വെളിച്ചം വീശുന്ന പഠനങ്ങളും അന്വേഷണങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ഒരു സംസാരത്തിന് വേദിയൊരുക്കിയ, സംവിധാനമൊരുക്കിയ സർഗശബ്ദത്തിന്റെ സംഘാടകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അന്വേഷണങ്ങളും പഠനങ്ങളുമെല്ലാം ഈ ലോകത്തും ഉപകരിക്കുന്ന കർമ്മമായി തീർക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.